പ്രധാനപ്പെട്ട വഴിപാട് കണ്ണു വഴിപാടാണ്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ട ആള് പ്രാർത്ഥിക്കുകയാണ്, മാരവയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കണ്ണ് ഞങ്ങൾ വഴിപാടായിട്ട് ഇവിടെ തരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണിന്റെ കാഴ്ച, നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് പാലക്കോട് മുതിരയാർ തെരുവിലാണ്. അവിടെ ഒരു മാരിയമ്മൻ കോവിലുണ്ട്. ഒരുപാട് സവിശേഷതകളും ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉറങ്ങുന്ന ഒരു അമ്പലമാണിത്. അപ്പൊ ഇതിന്റെ നമുക്കെന്താ വെച്ചാൽ ഈ 500 വർഷം 600 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വളരെ പ്രാധാന്യം അറിയിക്കണം. കാരണം ഇപ്പൊ നമുക്കറിയാം ഈ ഒരു കോട്ടകുറിശി മേഖലയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഒരു മേഖലയാണിത്. കാരണം കണ്ടമാനം ക്ഷേത്രങ്ങൾ, ഞാൻ തന്നെ ഇപ്പൊ 1-2 ക്ഷേത്രങ്ങൾ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അത്രയും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഈ മാരിയമ്മൻ കോവില്. അപ്പൊ ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ അമ്പലത്തിന്റെ ആളുകൾ, ഈ മാരിയമ്മൻ കോവിലിന്റെ ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. അപ്പൊ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ മാക്സിമം ഷെയറും ലൈക്കും കമന്റും ചെയ്യുക. നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഈ അമ്പലത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ. അപ്പൊ ഇത് ഭാസ്കരേട്ടൻ ഈ അമ്പലത്തിന്റെ മാരിയമ്മൻ കോവിലിന്റെ പ്രസിഡന്റ് ആണ്. ഭാസ്കരേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. അപ്പൊ നമുക്ക് ഈ അമ്പലത്തിന്റെ ഇത് എത്ര വർഷം പഴക്കമുണ്ടാവും ഈ ക്ഷേത്രം? ഇത് 400-500 വർഷം മുന്നേ പഴക്കമുണ്ട്. 500 വർഷം ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഏകദേശം ഞങ്ങള് തമിഴ്നാട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു. അതിൽ 11 കുടുംബമാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അത് ഇവിടെ നമുക്ക് രാജാവുണ്ടായിരുന്നു. ഇവിടുത്തെ നായർ വീട്ടുപടിക്ക് രാജാക്കന്മാരാണ് ഞങ്ങളെ കൊടുന്നത്. അത് അവിടുത്തെ വസ്ത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ കൊടുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്ത് ഞങ്ങള് ഇവിടെ താമസിപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ക്ഷേത്രം വേണം. കാരണം 11 കുടുംബം വന്നാൽ ഞങ്ങൾ മുഴുവൻ മാരിയമ്മയാണ് ഞങ്ങളുടെ കുലദൈവമായിട്ടുള്ളത്. അപ്പൊ ആ ദൈവത്തിന് ഞങ്ങൾക്ക് ആരാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സൗകര്യം ചെയ്തു തന്ന രാജാവാണ് ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. എന്നാലും അന്ന് പട്ടപ്പേരായിരുന്നു. ഒരു തറയിട്ടിട്ടൊരു ഭാഗമായിരുന്നു മാരിയമ്മൻ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഈ തറയിട്ടതിന് ശേഷം അത് ഞങ്ങള് പുരോഗതി വരുത്തി പട്ട കൊണ്ട് മേഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓട് കൊണ്ട് മേഞ്ഞു. അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ ടർസാക്കി, വാർപ്പാക്കി ക്ഷേത്രത്തിന്റെ അതേ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുംഭാഭിഷേകം നടത്തി. 25 ലക്ഷം രൂപ ചെലവാക്കി കുംഭാഭിഷേകം നടത്തി. അപ്പൊ അങ്ങനെ ഈ ക്ഷേത്രത്തിന് എന്തൊക്കെയാണോ ആവശ്യം, ക്ഷേത്രത്തിലെ അമ്മയ്ക്ക് മാരിയമ്മ ക്ഷേത്രത്തിന് എന്തൊക്കെയാണോ അമ്മയ്ക്ക് ആവശ്യം, അത് മുഴുവൻ നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകളുണ്ട്. പ്രധാനപ്പെട്ട വഴിപാട് കണ്ണു വഴിപാടാണ്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ട ആള് പ്രാർത്ഥിക്കുകയാണ്, മാരവയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കണ്ണ് ഞങ്ങൾ വഴിപാടായിട്ട് ഇവിടെ തരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണിന്റെ കാഴ്ച, നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ളതാണ് സങ്കല്പം. പിന്നെ അതുപോലെ തന്നെ നമ്മള് സ്ത്രീകൾക്ക് കുട്ടികളില്ലാത്ത അമ്മമാരുണ്ടാവും, സ്ത്രീകളുണ്ടാവും. അവർക്ക് പ്രത്യേക വഴിപാടുകളുണ്ടാവും ഈ മാരിയമ്മൻ ക്ഷേത്രത്തിൽ. മഹാകാളിക്ക്. അപ്പൊ അങ്ങനെ കുട്ടികളില്ലെങ്കിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്കും കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പ്രത്യേക വഴിപാടുകളുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരത്ത് ഇവിടെ പ്രത്യേക പൂജകളാണ്. ഉടുക്കടിപ്പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഉടുക്കടിപ്പാട്ട് പാടുന്നതിന് ഇവിടുത്തെ ആളുകൾ തന്നെയാണ് ഉടുക്കടിപ്പാട്ട് പാടുന്നത്. അപ്പൊ അങ്ങനെ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് നമുക്ക് പല തരത്തിലുള്ള സൗകര്യങ്ങൾ ഈ രാജാവാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് ഈ ക്ഷേത്രം ഞങ്ങൾ ഇന്ന് നിലനിർത്തിയിട്ട് ഞങ്ങൾ ഈ 11 കുടുംബം ഒന്നിച്ച് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു തേര് പോയിട്ട് ചേർപ്പറ്റക്കാവിലേക്ക്. ആ തേര് പഴയ കാലത്ത് നമുക്ക് ഈ രാജാവ് ഇവിടെ ഞങ്ങൾക്ക് ഈ സംഭാവനകൾ, അതായത് വരിസംഖ്യ രാജകുടുംബത്തിലേക്ക് കൊടുത്തിരുന്നു. അത് നികുതി അടയ്ക്കുന്ന രൂപത്തിൽ. അന്ന് ആ രാജാവ് പറഞ്ഞു, നിങ്ങൾ നികുതി അടയ്ക്കേണ്ട, ഈ ചേർപ്പറ്റ ക്ഷേത്രത്തിലേക്ക് ഒരു തേര് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അത് പതിപ്പിച്ചു തന്നാണ്. അങ്ങനെ തേര് ഞങ്ങൾ ഇവിടെ നിന്നും ആദ്യം നാടൻ പുഷ്പങ്ങളെ കൊണ്ടാണ് തേരുണ്ടാക്കിയത്. പിന്നീട് അത് ഞങ്ങൾ പാലക്കാട് കൽപ്പാത്തിയില് ഈ രഥത്തിന്റെ ഇതുണ്ട്, മാലുണ്ട്, വർണ്ണമായ മാലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് പോയി ആ മാല ചോദിച്ചു. അങ്ങനെ ആ മാല കൊടുത്ത് ഞങ്ങൾ തേര് കെട്ടി ഇവിടുന്ന് 9 നിലയോട് കൂടി നല്ല വലിയ തേര്, കൽപ്പാത്തിയേക്കാളും ഏകരം കൂടിയ തേര്. വണ്ണം കൊണ്ടല്ല, ഏകരം കൊണ്ട്. ഈ കുടുംബങ്ങളൊക്കെ കൂടി തന്നെയാണ് ഈ ക്ഷേത്രം. എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? 11 കുടുംബമാണ് ഇവിടെ ഉള്ളത്. ഈ 11 കുടുംബങ്ങളാണ് ഇപ്പൊ ഈ ക്ഷേത്രം. കുടുംബങ്ങൾ പക്ഷെ 100 വീടുകളുണ്ടാവും. ഈ 11 കുടുംബങ്ങള് വളർന്ന് ഞങ്ങൾക്ക്
ചില്ലറ കുടുംബങ്ങളായി മാറി. 200 കുടുംബങ്ങളായി മാറി. ഇവിടെ ഈ ഉപദേവന്മാരായിട്ട് ഇപ്പൊ മാരിയമ്മന്റെ മഹാകാളി അതോട് ചേർന്നിട്ട് മഹാകാളിയമ്മ അടുത്ത് ഞാനോട് ചേർന്നിട്ട് മഹാകാളിയമ്മയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തി കൂടുതൽ. ശരി. ഈ മാരിയമ്മ കോവിലിന് ഒരു പ്രതിഷ്ഠയ്ക്ക് കൂടുതൽ ശക്തി ഇതുള്ള ഒരു ഇതുണ്ടാവൂല്ലേ? മാരിയമ്മ കോവിലിക്ക് മാരിയമ്മയേക്കാളും കൂടുതൽ ശക്തി മഹാകാളിയമ്മ. അത് ശരി. അപ്പൊ അതിലേക്കാണ് കൂടുതൽ പൂജയും മഹാകാളിയമ്മയ്ക്കാണ്. വേറെ ഏതൊക്കെയോ കറുപ്പസ്വാമിന്റെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗണപതി ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാമ്പന്മാരുണ്ട്. ഈ പാമ്പും കാവിലൊക്കെ ആയില്യം പൂജയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കന്നിമാസത്തിലും ആയില്യം പൂജ. ഏറ്റവും വലിയ ആഘോഷം നമുക്ക് ആഘോഷം മാരിയം പൂജ. മാരിയം പൂജ അത് വർഷത്തില് മേടമാസത്തില് ഞങ്ങള് ആദ്യത്തെ ഈ പിന്നെ വിഷു കഴിഞ്ഞ ആദ്യത്തെ വെള്ളിയാഴ്ച പൂ കൊടുക്കുന്നുണ്ട്. 10 ദിവസം ഉത്സവമുണ്ട്. 10ാമത്തെ ദിവസമാണ് മാരിയം പൂജ. ഈ മാരിയം പൂജയ്ക്ക് ഞങ്ങൾക്ക് 3 ആന 4 ആന, അതുപോലെ മാവ് വിളക്കെടുക്കല്, ഇതെല്ലാം പഞ്ചവാദ്യം, അങ്ങനെ എല്ലാ കലാകാരന്മാരെ നല്ല പരിപാടി. ക്ഷേത്രത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ആവേശത്തിലാണ് ക്ഷേത്രത്തോട്. 10 ദിവസത്തെ പരിപാടി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ശശികല ടീച്ചർ വന്നിരുന്നു. അതുപോലെ തന്നെ ചാക്കിയാർ കൂത്ത്, ഓട്ടം തുള്ളല്, ഗാനമേള, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം പിന്നെ ഇതിനോടനുബന്ധിച്ച് ഈ പ്രാവശ്യം അതേ രീതിയിൽ തന്നെ ഞങ്ങള് ക്ഷേത്രത്തിന്റെ ഉത്സവം അതിഗംഭീരമായിട്ട് നടത്തും. ഞങ്ങൾക്ക് രാത്രി മഹാകാളിയമ്മയുടെ മാവിളക്കുണ്ട്. രാത്രി ആനി ഗതവീർത്താനും ഉണ്ട്, മാവിളക്കുണ്ട്. അതുപോലെ മാരിയം പൂജയ്ക്ക് ഞങ്ങൾക്ക് ആനി 3 ആനി, അതുപോലെ തന്നെ പഞ്ചവാദ്യം, മാവിളക്കെടുക്കൽ എല്ലാം. അത് മാത്രമേ അതോ വേറെ എന്തെങ്കിലും ആഘോഷങ്ങളായിട്ടുള്ള ചെയ്യാറുണ്ടോ? ഉണ്ട്. ഇവിടെ ശുദ്ധികലശം നമ്മളിവിടെ ഇത് കഴിഞ്ഞ് കുംഭാഭിഷേകം കഴിഞ്ഞതിന്റെ ബാക്കി ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പൊ പുറത്തുനിന്നൊക്കെ ആളുകൾ വരാറുണ്ടോ? ധാരാളം വരാറുണ്ട്. എല്ലാ ചടങ്ങുകളും നമ്മൾ ഇവിടെ ചെയ്യാം. ഈ ക്ഷേത്രത്തിന് പുറമെ ഞങ്ങൾക്ക് ഈ ശിവന്റെ ഭൂതഗണങ്ങൾ ഒന്ന് പുലി ഭൈരവന്റെ ക്ഷേത്രം ഇതിന്റെ അകത്ത് തന്നെയാണ്. അതുപോലെ മുരുകന്റെ ക്ഷേത്രത്തിന്റെ ഉപദൈവങ്ങളായിട്ട് മുരുകൻ, അതുപോലെ തന്നെ കറുപ്പസ്വാമി, അതുപോലെ തന്നെ നമുക്ക് പിന്നെ പോത്തുരാജാവ് പറഞ്ഞ നമ്മുടെ ചാത്തനാണ്. ചാത്തൻ, പിന്നെ മധുരവീരൻ. ഇങ്ങനെ ഞങ്ങൾക്ക് 6-7 ക്ഷേത്രങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ഈ ശരിക്കും ഇതിന്റെ പ്രതിഷ്ഠകളൊക്കെ ശരിക്കും ഒരു തമിഴ്നാട് ടച്ചിലാണ്. തമിഴ്നാട് ബന്ധപ്പെട്ടിട്ടുള്ള അതേ രൂപത്തിൽ മാരിയമ്മൻ കോവിലിനെ പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഒരു തമിഴ് ടച്ചിലൊരു ക്ഷേത്രം ചിലപ്പോ എനിക്ക് തോന്നുന്നത് കണ്ടിട്ടില്ല. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ആചാരപ്രകാരം ഞങ്ങൾ അതിന്റെ ഒരു ഭംഗി കാണാനുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങൾ വ്യത്യസ്തമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ക്ഷേത്രങ്ങളും ഓരോ ഉപദേവന്മാരും ഒക്കെ ആ രീതിയിലൊരു അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ പുരോഗമനം കൊണ്ടുവന്ന ക്ഷേത്രം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മൊത്തം ക്ഷേത്രങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. ഞങ്ങള് ഇവിടെ ഒരു വർഷം ഞങ്ങള് 10 രൂപ ഒരു കുടുംബത്തിന് 10,000 രൂപ ഈ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. 200 കുടുംബം ഞങ്ങൾ ചെലവാക്കുന്നുണ്ട്. അതേപോലെ 10,000 രൂപ ഒരു കുടുംബത്തിന്. അതായത് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അമ്പലത്തിൽ കൊടുത്തോളണം, സംഖ്യ കൊടുത്തോളണം. അങ്ങനെ കൃത്യമായ തുകയുണ്ട്. ക്ഷേത്രം കഴിഞ്ഞിട്ട് കുടുംബത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ. ഇനി അദ്ദേഹം ഇവിടെ ഇല്ല, തമിഴ്നാട്ടിലോ അതിൽ വേറെ ഈ രാജ്യത്ത് പോയി കുറെ കാലം കഴിഞ്ഞ് വന്നാൽ ഈ സംഖ്യ എത്ര സംഖ്യ ഇവിടെ കൊടുത്തിരിക്കും. അതൊരു നിർബന്ധമാണ്. അത് ഞങ്ങൾക്കൊരു ചിട്ടയാണ്. അത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ അവരുടെ അതിന് സഹകരിക്കില്ല. അങ്ങനെ ഇതിന്റെ പൂജകളിൽ എന്തെങ്കിലും വ്യത്യസ്തകളുണ്ടോ? നമ്മള് പൂജകള് വ്യത്യസ്തം. അല്ല ഇവിടെയുള്ള മക്കൾ തന്നെ ചെയ്യണം പൂജ. മുതിരിമാർ ഇപ്പൊ ഈ ആളുകളിൽ നിന്ന് തന്നെ എങ്ങനെയാണ് പൂജയ്ക്ക് ആളുകളെ അങ്ങനെ തെരഞ്ഞെടുക്കും. ഞങ്ങൾ ഓരോ കുടുംബത്തിന് ഈ 11 കുടുംബത്തിൽ ഓരോരുത്തർക്കും ഒരു തീരുമാനമുണ്ട്. കാരണം ഞങ്ങൾ ഒരു കുടുംബത്തിൽ നിന്ന് പൂജാരിയെ തെരഞ്ഞെടുക്കുന്നത് അവരാണ്. ആ കുടുംബത്തിലുള്ള അത് എത്ര വർഷത്തേക്കുന്നുണ്ടോ? എത്ര വർഷത്തേക്ക്? അത് ഒരു വർഷത്തേക്ക്. അത് കഴിഞ്ഞ അടുത്ത എല്ലാവർക്കും തുല്യ കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. വെളിച്ചപ്പാട് ഒരു കുടുംബത്തിനാണ്, കുമ്പെടുക്കുന്ന ഒരു കുടുംബത്തിനാണ്. കുമ്പെടുക്കുന്നുണ്ട്. ശരിക്കും ക്ഷേത്രത്തിൽ ശരിക്കും തമിഴ്നാടിന്റെ ആ ശൈലി തന്നെ ഞങ്ങൾ പോകണം. ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും അമ്പലങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു. വലിയ ചെയ്യണത്. അതെ, അല്ല ഇവിടെയുള്ള
ആളുകൾക്കും അതേമാതിരി പുരോഗതിക്ക് മാറ്റങ്ങളുണ്ട്. ഉണ്ട്, ആളുകൾക്കുണ്ട്. തീർച്ചയായിട്ടും തെരുവാണെങ്കിലും ഇപ്പൊ ഞാൻ കുറെ തെരുവുകളിൽ കൂടെ പോയിരുന്നു. പക്ഷെ ഇത് അത്രയും സംഖ്യ അതിന്റെ അവിടുന്ന് പുറത്ത് കാണുമ്പോ തന്നെ അറിയാം നമുക്കത്. അപ്പൊ അതിന്റെ ഞങ്ങൾ മദ്രാസിലാണ് ഇപ്പൊ കച്ചവടം കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് 200 കുടുംബത്തിന്റെ ആ കുടുംബങ്ങളുടെ എല്ലാ സഹകരണങ്ങളും എല്ലാവിധവും നമ്മള് ജീവിതത്തിന്റെ ഒരു ഭാഗം ഈ ക്ഷേത്രങ്ങളാണ്. അപ്പൊ ഇവിടെ മുഴുവൻ ആ ക്ഷേത്രത്തിൽ പുരോഗതിയും കാര്യങ്ങളും. കാരണം അന്ന് നമുക്ക് ഇങ്ങനെ രാജാക്കന്മാർ തന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഒഴിവാക്കി വിട്ടിട്ടില്ല. പക്ഷെ അന്ന് ഞങ്ങൾ രാജാക്കന്മാരുള്ള കാലത്ത് നമ്മളിവിടെ നാട്ടായ്മ പ്രമാണം ഇങ്ങനെയായിരുന്നു. നാട്ടായ്മ പറഞ്ഞ പ്രസിഡന്റ്, പ്രമാണം പറഞ്ഞ നമ്മള് സെക്രട്ടറി, ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് മുന്നേ നടന്നിരുന്നത്. ഈ ഗ്രാമങ്ങളിൽ നാട്ടായ്മ കൂട്ടം പറയും. നാട്ടായ്മ കൂട്ടം അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇവിടെ. അതേപോലെ എന്തെങ്കിലും അനുഭവമുള്ള ആളുകളുണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ കമന്റ് ആണെങ്കിലും പറഞ്ഞെങ്കിലും അനുഭവമുള്ള ആളുകളുണ്ടോ അവിടെ? ഉണ്ടായിട്ടുണ്ട്. അനുഭവം തന്നെ ആളുകൾ അനുഭവം ഉണ്ടായിട്ട് കൊണ്ട് ഒരുപാടായിട്ട് ചെയ്യണം. ഇവിടെ ലക്ഷങ്ങളാണ് ഇവിടെ നമുക്ക് ആളുകൾ പുറത്തു വരുന്നത്. കാരണം അനുഭവം അവർ ജീവിതത്തിൽ അവർക്ക് വഹിക്കാവുന്ന എത്ര വിഷമമുണ്ടെങ്കിലും അവർ അത് പ്രാർത്ഥിച്ച് കൊടന്നു തരുന്ന ആളുകളാണ്. ഓരോരുത്തരുടെ അവര് അനുഭവങ്ങൾ അവര് കിട്ടിയ ഓരോ അവര് ബന്ധായതിന്റെയും നമ്മുടെ അനുഗ്രഹത്തില് ബന്ധായതിന്റെ ഒക്കെ പിടിച്ചതിന്റെ ഒക്കെ ഇതാണ്. ചെയ്യുന്നോളുണ്ട്. പ്രധാനമായിട്ട് ഇപ്പൊ ഈ കണ്ണിന്റെ കാര്യം പറഞ്ഞാൽ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അല്ലേ? എന്നിട്ട് ഓരോ അമ്പലങ്ങൾ അത് പറഞ്ഞു. പിന്നെ നമ്മള് ഈ അമ്മ വന്നാലേ അമ്മക്കൂടെ ചെറിയ ചെറിയ ചിക്കൻ ബോക്സ്. ഈ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കും. കുളിച്ചു വന്നിട്ട് അവർ പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഖം കിട്ടും. അത് എത്ര വേഗം മാറും ചിക്കൻ ബോക്സ്. എല്ലാരും പഴയ പുതിയ ആളുകളൊക്കെ പറയും അതൊക്കെ ചിക്കൻ ബോക്സ് അല്ലേ, ഡോക്ടറെ കണ്ടാൽ മതി. പക്ഷെ അതല്ല, നമ്മുടെ അമ്മ എത്രയും പെട്ടെന്ന് മാറി കിട്ടും. അത് നമ്മൾ വഴിപാടായിട്ട് ഇവിടെ എന്റെ കുട്ട മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും വഴിപാട് ചെയ്യാതെ പേര് പെരുമാൾ. പെരുമാൾ ഇവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതല്ലേ? എത്ര വർഷമായി? വർഷങ്ങളായിട്ടില്ല, ഇപ്പൊ ഒരു 4 മാസം 5 മാസം എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്, അമ്പലം ഒരുപാട് പുണ്യം ചെയ്ത അമ്പലമാണ്. ഇപ്പൊ മക്കളാണ് ഇവിടെ ഉള്ളവര്, ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഞങ്ങൾ ഇതുവരെ ഞങ്ങളെ വിളിപ്പുറത്ത് വന്നിട്ടേ ഉള്ളൂ. കാരണം ഞങ്ങളെ കൈവിട്ടിട്ടില്ല. ഞങ്ങൾ ഏത് മുക്കിൽ പോയി ജീവിച്ചാലും ഞങ്ങൾ മാരിമയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അരികത്ത് ഓടിയെത്തും. നമ്മുടെ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി നടത്തിത്തരും നമ്മുടെ ദേവി. കാരണം അത്രയും സന്തോഷം ഉണ്ടാകുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്നും ഈ തെരുവ് ഒരുമിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ നടത്തുന്നത്. കോവിഡ് സമയത്ത് ഞങ്ങൾ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങളുടെ മക്കളൊക്കെ. പക്ഷെ അവർക്കൊക്കെ നല്ല വഴി കാണിച്ചു കൊടുത്തത് നമ്മുടെ മാരിയമ്മയാണ് അല്ലേ? അപ്പൊ നമ്മുടെ ആളുകൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ അറിയപ്പെടട്ടെ അല്ലേ? അപ്പൊ ഈ പെങ്ങളും ഇവിടെയുള്ള മനുഷ്യന്മാരും അതേമാതിരി തന്നെയാണ്. അപ്പൊ അമ്പലത്തിന്റെ അതേ ഇതോട് കൂടിയിട്ട് ശുദ്ധിയോട് കൂടി എല്ലാവരും വരട്ടെ. അവർക്കൊക്കെ ഈ ഒരു അമ്മയുടെ അനുഗ്രഹം നല്ലത് വരട്ടെ, നല്ലത് ചെയ്യട്ടെ, നല്ലത് വന്ന് കേൾക്കട്ടെ. അതെ, കാരണം ഞങ്ങളെ പുറത്തവർക്ക്, എന്നെ പുറത്തവരിക്കും. കാരണം നമ്മൾ എല്ലാവരും നന്നായിരിക്കണത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്നെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഭയങ്കര കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ നാട് മുഴുവൻ നന്നാവുമ്പോഴാണ് നമ്മൾ നന്നായ ഒരു ഫീലിംഗ് വരുന്നത്. ചില സമയത്തൊക്കെ നമുക്ക് കാരണം ഞങ്ങളെ ചെറുപ്പം തൊട്ടേ കാരണം ഞങ്ങൾ കണ്ടത് നമ്മുടെ അച്ഛന്മാരായിട്ട് പറഞ്ഞു കേട്ടിരുന്നത് ഭയങ്കര ഐതിഹ്യങ്ങളാണ്. കാരണം ഈ ദേവി ഇവിടെ വന്നതിന് ശേഷം ഈ തെരുവിനെ രക്ഷിച്ചു കൊടുക്കുന്നത് നമ്മുടെ ദേവിയാണ്. ഇപ്പൊ പിന്നെ എല്ലാവർക്കും വന്ന് തൊഴുകാനുള്ള സൗകര്യം തെരുവിലേക്ക് ആരും വരില്ല. പേടി, അത്രയ്ക്കും പേടിയാണ്. വീടുകളായി നമ്മള് വരണ്ടെന്ന് പറയാൻ പറ്റില്ല. കേസ് അതിന്റെ ഒരു വഴിക്ക് കാരണം എന്നാലും വിശ്വാസത്തോടെ എല്ലാ ആളുകളും വരട്ടെ. നമ്മുടെ ക്ഷേത്രം അറിയപ്പെടുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ദേവിയുടെ തിരുമുമ്പിൽ വന്നിട്ട് ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏകദേശം എന്റെ കണക്ക് പ്രകാരം ഒരു 41 അല്ലെങ്കിൽ 60 ദിവസം ഒരു കാര്യം നടക്കും. ഞാൻ തന്നെ 74ാമത്തെ ക്ഷേത്രം ചെയ്യുന്നുണ്ട് ക്ഷേത്രം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ പോകുമ്പോൾ ഇവിടെ പോകുമ്പോ ഇവിടെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ഒരു പട്ടും ചേർത്തി പോയാൽ അവര് കാര്യം നടക്കും. പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ അവർക്ക് പുറത്തറിയാൻ ഇല്ല, വഴിപാടുകൾ വരുന്നുണ്ട്. അവർക്ക് അത് അറിയപ്പെടാൻ പാടില്ല. അവർക്ക് പ്രശ്നം വരുമാണ്ട് ചെയ്യുന്നില്ല. നമ്മുടെ അമ്മ ആരും കൈവിടില്ല. എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകണം മാരിയമ്മയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മുടെ അമ്മയുടെ പ്രാപ്തി എല്ലായിടത്തും എത്തട്ടെ. തീർച്ചയായിട്ടും. നമസ്കാരം.